പ്രിയപ്പെട്ടവരെ, നമ്മുടെ പപ്പായയെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇത് കാണുന്നത്. അത് 2 പപ്പായയാണ് ഞാൻ ചെറുത് നോക്കി എടുത്തിട്ടുള്ളത്. 2 പപ്പായ ഗ്രേറ്റ് ചെയ്തെടുത്തു. അതിലിനി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണുന്നത്. കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ വലിയുള്ളി 1, കുറച്ച് കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി മിക്സായി, കാശ്മീരി കുറച്ചും കൂടെ നിറം കാണും, മുളക് പൊടി. ഇത് ചിക്കൻ പൊടിയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മൈദപ്പൊടിയും കടലപ്പൊടിയും പിന്നെ ഒരു 2 സ്പൂണ് അരിപ്പൊടിയാണ്. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല ഫ്രഷ് കരിവേപ്പിലയും യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലൊക്കെ തൊടിയിൽ ഇഷ്ടം പോലെ പപ്പായ ഉണ്ടാവും. അപ്പം നമുക്ക് പപ്പായ ഉപയോഗിച്ചുകൊണ്ട് വൈകുന്നേരം മക്കളൊക്കെ വരുമ്പോഴേക്കും ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കി വൈകിട്ട് ചായക്ക് കടിയായിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാം സെറ്റാക്കിയ ശേഷം നമ്മൾ ഇതാ എണ്ണ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് കൂട്ടി പതുക്കെ കുറച്ചായിട്ട് ഇടുകയാണ്. മുട്ട ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണ പൊന്തി വരുന്നത്. നമ്മൾ മെല്ലെ ബ്രൗൺ കളറായി വെന്ത് എന്നുള്ള ഏകദേശം ആകുമ്പോൾ നമ്മൾ ഇത് കണ്ടോ പതുക്കെ കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇതാ വിഭവം, നമ്മുടെ പപ്പായ പക്കുവട റെഡി ആയിട്ടുണ്ട്. ഇതനുസരിച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇടണേ. കമൻ്റ് ഇടാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് കമൻ്റ് ഇടാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.